വർഷം ഒന്നായില്ലേ മോളെ, ഇങ്ങനെ പ്രണയം ഉള്ളിൽ കൊണ്ട് നടക്കുന്നു. നിനക്ക് പോയി മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞൂടെ? നിനക്കറിയാമല്ലോ സ്നേഹ, ആ മനുഷ്യൻ്റെ മുന്നിൽ പോയി നിന്നാൽ എൻ്റെ കയ്യും കാലും വിറയ്ക്കും. ഒരക്ഷരം മിണ്ടാൻ എനിക്ക് പറ്റില്ല. പിന്നെ ഞാൻ എങ്ങനെയാടി ഇത്ര വലിയ കാര്യം ചെന്ന് പറയുന്നത്? എൻ്റെ മോളെ, നീ ഇങ്ങനെ പേടിക്കാതെ, നീ ധൈര്യമായി ചെന്ന് പറ. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, ഇതിൽ ഏതെങ്കിലും ആയിരിക്കുമല്ലോ സാർ പറയുന്നത്. പിന്നെ ഈ പഠിപ്പിക്കുന്ന സാറിനെ ഇഷ്ടമാണ് എന്ന് പറയുന്നതൊന്നും അത്രയ്ക്ക് മോശപ്പെട്ട കാര്യമൊന്നല്ലല്ലോ. നീ ധൈര്യമായി പോയി പറ. നിങ്ങൾ വീടിൻ്റെ അടുത്തും തമ്മിൽ അറിയാവുന്നതൊക്കെയല്ലേ. അങ്ങനെ പെട്ടെന്നൊന്നും സാറ് നോ പറയില്ല. എന്നെ ഇഷ്ടമല്ല പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല ദേവു. നിന്നെ ഇഷ്ടാവാതിരിക്കാൻ എന്താ കാര്യം പെണ്ണെ? അതിനുവേണ്ടി എന്ത് കുറവാണ് നിനക്കുള്ളത്? നല്ല കുടുംബം, ആവശ്യത്തിന് പണം, നല്ല സൗന്ദര്യം, ഇതൊക്കെ പോരെ സാറിന്? നീ പോയി പറയടി. അല്ലെങ്കിൽ തന്നെ സാറിൻ്റെ പുറകിൽ പെൺകുട്ടികൾ ക്യൂ ആണ്. പറയാലേ? അതേന്ന്. ഓൾ ദ ബെസ്റ്റ് മുത്തേ. പോയി പറഞ്ഞിട്ട് വാ, ഞങ്ങൾ ഇവിടെ കാണും. മേ ഐ കമിൻ മാം? യെസ് കമിൻ. എന്താ സാക്ഷി? മാം, ആയുഷ് സാർ എവിടെ? സാർ സെക്കൻഡ് ഇയർ ന്യൂ ക്ലാസ് എടുക്കാൻ പോയി. നിങ്ങൾക്ക് ഈ പീരീഡ് ഫ്രീ ആയിരുന്നോ? അതെ മാം, രാജി മിസ് വന്നില്ല. ആ, ദാ വന്നല്ലോ മോള് വന്ന് ചോദിച്ച ആള്. ആയുഷ് സാറേ, സാറിനെ കാണാനാണ് ഈ കുട്ടി വന്ന് നിൽക്കുന്നത്. ആര്? സാക്ഷിയോ? എന്താ സാക്ഷി പ്രത്യേകിച്ച്? അത് സാർ, എനിക്ക് സാറിനോടൊരു കാര്യം പറയാൻ. വാ, പുറത്തു നിന്ന് സംസാരിക്കാം. ഇനി പറ, എന്താ നിനക്ക് പറയാനുള്ളത്? അത് പിന്നെ, ഈ മോഡേൺ യൂറോപ്പ് ഡ്രാമയും അമേരിക്കൻ ലിറ്ററേച്ചറും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടോ സാർ? ഇത് തന്നെയാണോ നീ എന്നോട് ചോദിക്കാൻ വന്നത്? അതെ സാർ, ഇന്നലെ രാത്രി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മുതൽ ഉള്ള സംശയമായിരുന്നു. ഓ, അത് പ്രത്യേകിച്ചൊന്നുമില്ല, ദാ ഇത്രയുള്ളൂ എന്ന് പറഞ്ഞ് ആയുഷ് സംശയം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ സാക്ഷിയുടെ ശ്രദ്ധ അവൻ്റെ മുഖത്തേക്ക് മാത്രമായിരുന്നു. ഇപ്പോൾ നിൻ്റെ സംശയമൊക്കെ സോൾവ് ആയോ? ആയി സാർ, താങ്ക് യു. സച്ചി, നീ അവിടെയൊന്ന് നിന്നേ. എന്താ സാർ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, കോളേജിൽ ക്ലാസ്സിൽ മാത്രം എന്നെ സാറെന്ന് വിളിച്ചാൽ മതി, അല്ലാത്തപ്പോൾ നീ എപ്പോഴും വിളിക്കുന്നത് പോലെ അപ്പുവേട്ടാ എന്ന് വിളിച്ചാൽ മതിയെന്ന്. അത് നീ ഒരിക്കലും പറഞ്ഞാൽ കേൾക്കില്ല അല്ലേ? അത് പിന്നെ കോളേജിൽ വെച്ച് ഞാൻ അപ്പുവേട്ടാ എന്ന് വിളിക്കുന്നത് മറ്റുള്ള കുട്ടികൾ കേട്ടാൽ പിന്നെ അതിന് വേറെ അർത്ഥങ്ങളാകും അപ്പുവേട്ടാ, അതുകൊണ്ടല്ലേ. നീ കൂടുതലൊന്നും പറയണ്ട. ആദ്യം സ്വയം ഒരു വിശ്വാസം വേണം. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ നിന്നാൽ നിനക്ക് അതിന് മാത്രമേ സമയം കാണൂ. അതുകൊണ്ട് ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ എന്നോട് പറഞ്ഞുകൊണ്ട് വരരുത്, കേട്ടല്ലോ? ദീക്ഷിത് കാണില്ലേ വീട്ടിൽ? എനിക്ക് അവനെ കാണേണ്ട ആവശ്യമുണ്ടായിരുന്നു. ചേട്ടായി വീട്ടിലില്ല, എറണാകുളത്താണ്. നാളെ വൈകിട്ട് വരും. എങ്കിൽ ഞാൻ മറ്റന്നാൾ വരാം. നീ ക്ലാസ്സിൽ പൊക്കോ. പിന്നെ ഇന്ന് എങ്ങനെയാണ് കോളേജിൽ വന്നത്? ഇന്ന് ബസ്സിൽ. എങ്കിൽ നീ വൈകിട്ട് ബസ്സിൽ പോകണ്ട, ഞാൻ കൊണ്ടുപോകാം കേട്ടോ? അത് പിന്നെ അപ്പുവേട്ടാ, ഇനി വീണ്ടും നീ കൂട്ടുകാരുടെയും നാട്ടുകാരുടെയും കാര്യം പറയേണ്ട സച്ചി. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അനിയത്തിയാണ്. ഞാൻ പറയുന്നത് കേട്ടാൽ മതി, മനസ്സിലായോ നിനക്ക്? സോറി, ഇനി പറയില്ല. എങ്കിൽ ക്ലാസ്സിലേക്ക് പൊക്കോ, അടുത്ത പീരീഡ് തുടങ്ങാൻ സമയമായി. ഇപ്പോൾ ക്ലാസ്സിലേക്ക് കയറിപ്പോയതാണ് സാക്ഷി ചന്ദ്രദാസ്. മേലെടുത്ത് ചന്ദ്രദാസിൻ്റെയും വനജയുടെയും ഇളയ സന്തതി. മൂത്ത ആള് ദീക്ഷിത് ചന്ദ്രദാസ്. ആളിപ്പോൾ എറണാകുളത്തൊരു IT കമ്പനിയിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും രാജകുമാരി, ചേട്ടൻ്റെ സ്വന്തം കുഞ്ഞി. എന്തും വീട്ടിൽ പറയുന്ന സച്ചി ഇതുവരെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് നിന്ന് മറച്ചു വെച്ച ഒരേ ഒരു കാര്യം ആയുഷിൻ്റെയാണ്. ചന്ദ്രദാസിൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് പ്രതാപിൻ്റെയും രവികയുടെയും മകനാണ് ആയുഷ് എന്ന് വിളിക്കുന്ന അപ്പു. അടുത്തുള്ള ഗവൺമെൻറ് കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ആയുഷ്. ആയുഷിൻ്റെ അനിയത്തി അർപ്പിത. അർപ്പിതയും സാക്ഷിയും ഒരേ ക്ലാസ്സിലാണ്. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വർഷങ്ങളായുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടി ആയുഷും സാക്ഷിയും തമ്മിലുള്ള വിവാഹത്തിന് വീട്ടുകാർക്ക് താല്പര്യമുണ്ടെങ്കിലും അത് കുട്ടികൾക്കറിയില്ല. പക്ഷേ ഇതൊന്നും അറിയാതെ ദീക്ഷിത്തും അർപ്പിതയും മുടിഞ്ഞ പ്രേമത്തിലാണ്. അതിന് സാക്ഷി കട്ട സപ്പോർട്ടും. പോയിട്ടെന്തായി? വിശ്വമിത്രനോട് നിന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞോ? പറയാനോ? എങ്ങനെ പറയാൻ? കണ്ടപ്പോഴേ എൻ്റെ കയ്യും കാലും വിറച്ചു. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സംശയം ചോദിച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞു. മിടുക്കി. എൻ്റെ സ്വന്തം ചേട്ടനായതുകൊണ്ട് പൊക്കി പറയുവല്ല ഞാൻ. വെറും ഊളയാണ് അങ്ങേര്.
ഒരു ചാൻസ് കിട്ടിയപ്പോൾ നിനക്ക് വാതുറന്ന് പറഞ്ഞുകൂടായിരുന്നോ കാര്യം? ഞാൻ പറയാനൊക്കെ പോയതാണ് ആരു. അപ്പോൾ അപ്പുവേട്ടൻ പറഞ്ഞു ഇനി ആരുമില്ലാത്തപ്പോൾ കോളേജിൽ വെച്ച് സാറെന്ന് വിളിക്കരുതെന്ന്. പിന്നെ പറഞ്ഞു നാളെ ദിക്കുവേട്ടൻ വന്നിട്ട് വീട്ടിലേക്ക് വരാമെന്ന്. എൻ്റെ പെണ്ണെ, നിൻ്റെ ഒരു ദിക്കൂട്ടൻ. നിനക്ക് മര്യാദയ്ക്ക് ദിച്ചുവേട്ടനെന്നോ ചേട്ടായി എന്നോ വിളിച്ചാൽ പോരെ. അവളുടെ ഒരു ദിക്കൂട്ടൻ. നിനക്കറിയാവുന്ന കാര്യമല്ലേ ആരു, ഞാൻ ചേട്ടായിയെ സ്നേഹം കൂടിയാൽ അങ്ങനെയാണ് വിളിക്കുന്നത് എന്ന്. പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി എല്ലാവരും പറയുന്നത് പോലെ ഇനി എൻ്റെ ദിക്കൂട്ടനെ നീ. ബാക്കി പറയാതെ കണ്ണു നിറച്ച് തന്നെ നോക്കുന്ന സച്ചിയെ കണ്ടപ്പോൾ ആരുവിന് ചിരി വന്നു. എൻ്റെ പൊന്നു മോളെ, നീ ഇങ്ങനെ സെൻറ്റിയാകല്ലേ. നീ ദിക്കൂട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിൻ്റെ ചേട്ടനെ അറിയാതെ ഓർത്തു പോകും. ആ മുഖം ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരും. അതിനാണോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സെൻറ്റിയാകുന്നത്? ഒന്നല്ലെങ്കിലും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ഭൂമിയിലേക്ക് വന്നതല്ലേ മോളൂസേ നമ്മൾ. പിന്നെ നിൻ്റെ ദിക്കൂട്ടൻ, അങ്ങേര് നീ പറഞ്ഞാൽ ചാകാൻ നടക്കുമല്ലേ. ദിക്കൂട്ടനും ദിക്കൂട്ടൻ്റെ കുഞ്ഞിയും. തിരിച്ചുള്ള യാത്രയിൽ ആയുഷിനൊപ്പം സാക്ഷിയായിരുന്നു മുന്നിലിരുന്നത്. അർപ്പതയോട് ഓരോന്ന് പറഞ്ഞ് ചിരിക്കുന്ന ആയുഷിനെ അവൾ കൗതുകപൂർവ്വം നോക്കിയിരുന്നു.